ഹലോ ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റോസാപ്പൂവിനെ കുറിച്ചുള്ള കുഞ്ഞു നൊസ്റ്റാൾജി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ കുഞ്ഞു നാളിൽ എനിക്ക് റോസാപ്പൂക്കളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരുപാട് റോസാ ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ ഗാർഡൻ തന്നെ ഉണ്ടായിരുന്നു. ഗാർഡൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ നല്ല ഗാർഡൻ തന്നെയുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തും വീട്ടിലെപ്പോഴും ചെടികളുള്ള കാലമായിരുന്നു. അപ്പോൾ എന്നും മിക്ക ദിവസങ്ങളിലും റോസാപ്പൂക്കൾ ഉണ്ടാവും. അപ്പോൾ ഈ റോസാപ്പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഞാനത് കട്ട് ചെയ്ത് എൻ്റെ മുടിയിൽ വെച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 7th പഠിക്കുന്ന കാലമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് നല്ല ലോങ് ഹെയർ ആയിരുന്നു, ലോങ് തിക്നെസ് ഹെയർ ആയിരുന്നു. ആ ഹെയർ ഞാനിങ്ങനെ നിവർത്തിയിട്ട് മുടി പിന്നിക്കെട്ടാതെ ഇങ്ങനെ നിവർത്തിയിട്ട് എൻ്റെ ചെവിയുടെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു റോസാപ്പൂ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കും. മുടിയിൽ പിൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോയിരുന്നത്. എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം മുടിയിൽ റോസാപ്പൂ വെച്ച് വരുന്ന കുട്ടി എന്നാണ് എന്നെ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്തെ ഒരു കുഞ്ഞു നൊസ്റ്റാൾജിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം വീട്ടിൽ റോസാപ്പൂ ഉള്ളതുകൊണ്ട് എനിക്ക് എന്നും മുടിയിൽ റോസാപ്പൂ വെച്ചിട്ട് സ്കൂളിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഈ റോസാപ്പൂ വെച്ച് പോകുന്നത് കൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന 1-2-3 കുട്ടികളൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് റോസാപ്പൂ കൊണ്ടുവന്നിട്ട് എനിക്ക് തരും. പക്ഷേ ഞാൻ ആരുടെ കയ്യിൽ നിന്നും വാങ്ങാറില്ല. കാരണം എൻ്റെ മുടിയിലൊരെണ്ണ ഉണ്ടല്ലോ. പക്ഷേ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് തള്ളിക്കളയും കേട്ടോ. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങാറില്ല. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 7th എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂൾ വെക്കേഷനായി തുടങ്ങി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ വെക്കേഷനാണല്ലോ. ആ വെക്കേഷൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വെക്കേഷൻ കഴിയാറായി കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ കുട്ടികൾ നമ്മുടെ സ്കൂളിലെ നോട്ട് ബുക്കുകൾ ഉണ്ടാവില്ലേ, ആ നോട്ട് ബുക്കുകളിൽ നിന്നും പേജൊക്കെ പറിച്ച് ഇങ്ങനെ റഫ് ബുക്ക് ഉണ്ടാക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം പുതിയൊരു റഫ് ബുക്ക് വാങ്ങണമെങ്കിൽ പൈസ ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പഴയ പുസ്തകത്തിൻ്റെ ഓരോ ബാലൻസ് പേജുകളൊക്കെ പറിച്ച് നമ്മൾ ഒരു ചെറിയ റഫ് ബുക്ക് ഇങ്ങനെ തുന്നിക്കുത്തി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അടുത്ത പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നല്ല കട്ടിയുള്ള റഫ് കൊണ്ടുവരുന്നത് ആരാണ്, ആരുടെ റഫാണ് അത്രയും കട്ടിയുള്ളതെന്നൊക്കെ നോക്കി അതൊക്കെ ഒരു ഭയങ്കര രസമുള്ള കാലമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ റഫ് ബുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിങ്ങനെ നോട്ട് ബുക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ട് ഇങ്ങനെ പേജ് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു റോസാപ്പൂ ഇരിക്കുന്നു. അത് ആ റോസാപ്പൂ 2 മാസത്തോളമായിട്ട് ആ ബുക്കിനുള്ളിലിരിക്കുന്നതാണ്. അത് ഉണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂവ് എങ്ങനെ എൻ്റെ പുസ്തകത്തിനുള്ളിൽ വന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം, ആഫ്റ്റർ ഒരു 15 വർഷത്തിന് ശേഷം ഞാനൊരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ബുള്ളറ്റിൽ പോകുന്ന കാലമാണ് കേട്ടോ. ബുള്ളറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ കുന്നംകുളത്ത് നിന്നും കേച്ചേരിയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി കംപ്ലൈൻ്റ് ആയപ്പോൾ ബുള്ളറ്റ് വർക്ക്ഷോപ്പ് അടുത്തുണ്ടായിരുന്നില്ല. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് നടന്ന് അവിടെ എത്തി. ആ ബുള്ളറ്റ് വർക്ക്ഷോപ്പിൽ ഒരാളുണ്ടായിരുന്നു. അയാളോട് കാര്യം പറഞ്ഞു. അയാൾ നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, പറയാൻ എനിക്ക് ആദ്യം ഒരു മടി തോന്നി. ഞാൻ എന്താ നിങ്ങൾ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ആളെന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട് എവിടെയാണ് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലത്താണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുടിയിൽ റോസാപ്പൂ ചൂടി വരുന്ന കുട്ടിയായിരുന്നോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ അന്തം വിട്ടുപോയി. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുന്നേയുള്ള കാലമല്ലേ. സത്യം ആ ഒരു കാര്യം ഞാൻ അപ്പോൾ ഓർക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയം എന്നും പൂവെച്ച് കൊണ്ടുപോകുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നു. അതെൻ്റെ മെമ്മറിയിൽ വന്നു. ഞാൻ ആളോട് പറഞ്ഞു, അതെ ആ കുട്ടി തന്നെയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ആൾ എന്നോട് പറഞ്ഞു, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾ എന്നോട് പറയുകയാണ്, ഞാൻ സ്കൂളിൽ 7th വരെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ 7th ലാസ്റ്റ് ദിവസം സ്കൂള് വിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരു റോസാപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. ആ റോസാപ്പൂ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ വണ്ടർ അടിച്ചു പോയി. കാരണം ഞാൻ കുറേ തവണ ആലോചിച്ചിട്ടുണ്ട്, ഇതാരാണ് ഈ ബുക്കിനുള്ളിൽ വെച്ചത്, ആരായിരിക്കും എന്ന് കുറേ തവണ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാതെ ഉണ്ടായിരുന്ന ആ ഒരു പണ്ടത്തെ കാലത്തെ ആ ഒരു നൊസ്റ്റാൾജി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു.
ഞാൻ ഇയാളോട് പറഞ്ഞു, അതെ. ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ആ കുട്ടിയാണോ നിങ്ങളെന്ന് ചോദിച്ചു കേട്ടാ. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്നോട്, അതെ ആ കുട്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെയുണ്ട്. ആൾ ചോദിച്ചു, ആണോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കേട്ടാ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അതല്ല, നല്ല നീട്ടത്തിൽ മുടിയുള്ളൊരു കുട്ടിയായിരുന്നു ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടിയുടെ മുടിയിൽ റോസാപ്പൂ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു റോസാപ്പൂ പൊട്ടിച്ച് വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് കൊടുക്കാനായിട്ട് നോക്കിയതാണ്. പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിരുന്നു, എക്സാം കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആ ആളുടെ ഈ കുട്ടിയുടെ പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ പോയി. പിന്നെ ഞാൻ ആ സ്കൂളിലേക്ക് പോയിട്ടില്ല. പിന്നെ ഞാൻ നേരെ എൻ്റെ ബാപ്പ എന്നെ അടുത്ത വർഷം കൊണ്ടുവന്നാക്കിയത് വർക്ക്ഷോപ്പിലെ പണി പഠിക്കാനായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വർക്ക്ഷോപ്പും കൊണ്ട് ആ വർക്ക്ഷോപ്പ് പണിയൊക്കെ ആയി വലിയ ഒരു മെക്കാനിക്കായി മാറി. ഞാനിപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട് എന്നുള്ള വിശേഷം പറഞ്ഞു. സത്യം പറയാലോ, ഞാൻ ആ കുഞ്ഞു നാളിലേക്ക് സത്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് എൻ്റെ മെമ്മറീസ് പോയത്. കാരണം എന്നും റോസാപ്പൂ വെച്ച്